പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 5 മിനിറ്റ്. നമ്മൾ വാർത്തകൾ തുടങ്ങുകയാണ്. വാർത്തകൾ തുടങ്ങുമ്പോഴത്തേനും ആദ്യം പോകുന്നത് ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ എന്ന പേരിൽ നടത്തിയ ഇടപാടുകളിൽ സർക്കാർ ഇന്ന് സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. ഇന്നിപ്പോൾ രാവിലെ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് വളരെ വിശദമായി തന്നെ യോഗം പരിശോധിക്കുമെന്നറിയുന്നു. കാലവർഷക്കെടുതികളുടെ തുടർ വിലയിരുത്തലുകളും പരിഹാര മാർഗനിർദ്ദേശങ്ങൾ നിർദ്ദേശിക്കുന്നതും മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. VS അനു വിവരങ്ങളുമായി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. VS അനു, ഗുഡ് മോർണിംഗ്. ഇന്ന് മന്ത്രിസഭാ യോഗമുണ്ട്. അതിനൊപ്പം തന്നെ വളരെ നിർണായകമായ നിരവധി വിഷയങ്ങൾ പരിഗണനയ്ക്ക് എത്തുന്നുമുണ്ട്. ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ വേണ്ടി കഴിഞ്ഞ മന്ത്രിസഭ നടത്തിയ ചില ഇടപാടുകൾ അതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ കണ്ടെത്തൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും. കാരണം വിദേശ നാണയ നിധി തട്ടിപ്പ് അല്ലെങ്കിൽ അതുപോലെ കള്ളപ്പണ വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, പ്രമേയയുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷണത്തിന് വിടുമോ, ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുള്ളതിനാൽ വിജിലൻസിനായിരിക്കുമോ അന്വേഷണം? ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ ഒരു സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് മന്ത്രിസഭയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ വിലയിരുത്തും. ഇപ്പൊ മുതലപ്പുഴയിലെ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. രക്ഷാപ്രവർത്തനത്തിനിടെ അന്തരിച്ച രാജേഷിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുന്ന കാര്യവും ഇന്നത്തെ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഓണം വരികയാണ്. ഓണം, ക്ഷാമബത്ത, അതുകൂടെ തന്നെ ബോണസ് എന്നിവ സംബന്ധിച്ച ഒരു പ്രാഥമിക ചർച്ചയും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. ഓക്കെ, ശരി. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇവിടെ വളരെ നിർണായകമായ ഇന്ന് മന്ത്രിസഭാ യോഗമുണ്ട്. ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന പലതും ഇപ്പോൾ പറഞ്ഞ പോലെ ഓണക്കാലമാണ്, വലിയ ഈ ഓണച്ചന്തകളുടെ ക്രമീകരണം അടക്കമുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ പറഞ്ഞേക്കാം. പിന്നെ ഏറ്റവും പ്രധാനം ലിയോണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാൻ ആ പേരിൽ നടന്ന ഇടപാടുകളുടെ വിവരങ്ങളൊക്കെ പുറത്തു വന്നു. ഇതിൽ സർക്കാർ അടുത്തെടുക്കുന്ന നടപടി ഒരു അന്വേഷണമാണോ പ്രഖ്യാപിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് വളരെ നിർണായകമായിരിക്കും.